6 മാസം തുടർച്ചയായിട്ടുള്ള ചുമ. അതായിരുന്നു ആ 11 വയസ്സുള്ള മോളെയും കൊണ്ട് വന്നപ്പം പാരൻസ് പറഞ്ഞിരുന്ന പരാതി. പല ഡോക്ടേഴ്സിനെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു പീഡിയാട്രിക് പൾമണോളജിസ്റ്റാണ് എനിക്ക് അവരെ റെഫർ ചെയ്തത്. വന്ന സമയത്ത് എനിക്ക് കാര്യമായ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല. ഡീറ്റെയിൽഡ് ഡെവലപ്മെന്റൽ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്സ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്തത്. അസസ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ചെയ്തത് വിസ്ക് ആയിരുന്നു. വിസ്കിൽ എബോ ആവറേജ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് തന്നെ ആയിരുന്നു കുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിലെ പെർഫോമൻസും ഗുഡ് ആയിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയാണ്. പിന്നീട് എന്തായിരിക്കും അണ്ടർലൈങ് സ്ട്രെസ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനായിരുന്നു ടാസ്ക്. അപ്പം പാരന്റുമായിട്ട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയായിട്ടും ഒരുപാട് നേരം സംസാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് കുട്ടിയുടെ ക്ലാസ് റൂമിൽ കുട്ടിക്ക് വളരെ ഫ്രണ്ട്സ് ഇല്ല തീരെ തന്നെ. കുട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടി ക്ലാസ്സിൽ ഒറ്റപ്പെട്ടതുപോലെയാണ്. അപ്പം അത് തന്നെ ആയിരിക്കാം കുട്ടിയുടെ സ്ട്രെസ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ കുട്ടിയുടെ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തത്. സ്കൂളുമായിട്ട് കണക്ട് ചെയ്തു, ക്ലാസ് ടീച്ചറുമായിട്ട് അത്യാവശ്യം സംസാരിച്ചു. പിന്നെ ക്ലാസ് ടീച്ചർക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കുട്ടിയെ ക്ലാസ്സിൽ എങ്ങനെ ഹാപ്പി ആക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് ഫാമിലി ആയിരുന്നു പിന്നെ അഡ്രസ് ചെയ്തത്. ഫാമിലി എന്ന് പറയുമ്പോൾ കുട്ടി ജോയിന്റ് ഫാമിലിയിലാണ്. ഉമ്മ ഉപ്പ, അതിന്റെ അപ്പുറത്തേക്ക് ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദേഴ്സ്, ഇവരെയും കുറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അവരൊക്കെ കുട്ടിയുടെ ഉമ്മ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, കുട്ടിക്ക് അത്യാവശ്യം നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത്, കുട്ടിക്ക് ഹെർട്ട് ആവാതെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. പിന്നീടുള്ളത് കുട്ടിയുടെ മാനേജ്മെന്റ് ആണ്. അപ്പം കുട്ടി കാണിച്ചുകൊണ്ടിരുന്നത് കുറെ സോഷ്യൽ ഇമോഷണൽ സ്കിൽ ഡെഫിസിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കുറെ കൂടി അറ്റൻഷൻ കിട്ടിയത് ഈ ഒരു ട്രോമ ത്രൂ ആയിരുന്നു, സ്കൂളിലായാലും വീട്ടിലായാലും. അപ്പം ആ രണ്ട് അറ്റൻഷൻ നമ്മൾ കട്ട് ചെയ്തു. സോഷ്യൽ ഇമോഷണൽ സ്കിൽസിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ കുട്ടിക്കൊരു സ്ട്രാറ്റജി എന്നുള്ളടത്ത് നമ്മൾ സ്ട്രോങ് സജഷനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തൊരു ഹണി വാട്ടറാണ്. അപ്പോൾ കുട്ടി അതൊരു മെഡിസിൻ എന്നുള്ള രീതിയിൽ ചുമ വരുന്ന സമയത്ത് അവൾ തന്നെ അത് മനസ്സിലാക്കി കഴിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ഒരു 3 വീക്സ് കൊണ്ട് തന്നെ കുട്ടിയിലെ ചുമ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പാരൻസ് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് കുട്ടിയിലെ സോഷ്യൽ ഇമോഷണൽ സ്കിൽസിൽ ഒന്നുകൂടി ഡെപ്തിൽ വർക്ക് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ.